പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയ ബിന്ദു വിനയകുമാറിനെ BJP സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, നേരത്തെ തന്നെ ഈ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ പെട്ടു നിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ BJPയും. കാര്യമായി BJP ശോഭയെ പ്രതിരോധിക്കാൻ രംഗത്തേക്ക് വന്നുമില്ല സംസ്ഥാന നേതൃത്വം. പക്ഷേ ഇപ്പോൾ ശോഭയെ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും വെളിപ്പെടുത്തലുമൊക്കെ ഇന്ന് വന്നു. പരാതിയിലേക്ക് പോയി ബിന്ദുവിനെതിരെ നടപടി പോകുന്നു. ഗോകുൽ, അല്പസമയം മുമ്പാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനപ്രകാരം ബിന്ദു വിനയകുമാറിനെ അച്ചടക്ക ലംഘനം, തുടർച്ചയായിട്ടുള്ള അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി സസ്പെൻഡ് ചെയ്തതായി ജനറൽ സെക്രട്ടറി സുരേഷ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ആ തീരുമാനം BJP കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ഫോണിലൂടെ ബിന്ദു വിനയകുമാറിനെ വിളിച്ച് അസഭ്യം പറയുന്നത് അടക്കമുള്ള ഓഡിയോ സംഭാഷണം അടക്കമാണ് ആ വാർത്ത പുറത്ത് വന്നത്. അടിച്ച് പണിക്കുറ്റം തീർക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ആ പരാതിയുടെ അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു വിനയകുമാർ പോലീസിന് പരാതി നൽകുകയും ചെയ്തത്. പാലക്കാട്ട് പണം നൽകിയത് വിവാദത്തിന് പിന്നിൽ ബിന്ദു വിനയകുമാർ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇവരെ വിളിക്കുന്നതും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ BJPയുടെ അച്ചടക്ക നടപടിക്ക് എതിരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾ ആണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദമായ പാലക്കാട് പണം നൽകിയ ഒരു സാഹചര്യം, അതിന് അപ്പുറമാണ് ബിന്ദു വിനയകുമാറിനെ ശോഭാ സുരേന്ദ്രൻ വിളിച്ച് ഫോണിൽ കൂടെ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഇപ്പോൾ ഇതാ ബിന്ദു വിനയകുമാറിനെ BJPയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടൊരു ഉത്തരവ് കൂടി BJP സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രൻ പണപ്പിരിവ് നടത്തിയെന്നതായിരുന്നു ബിന്ദു വിനയകുമാർ, ആലപ്പുഴയിലെ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ബിന്ദു വിനയകുമാറിന്റെ ആരോപണം. ഒപ്പം ശോഭാ സുരേന്ദ്രൻ ബിന്ദു വിനയകുമാറിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ അതിനിടയിൽ ഒരു ഭീഷണി, അടിച്ച് കാരണം പൊളിക്കും, പണിക്കുറ്റം തീർക്കും എന്നതൊക്കെ, അങ്ങനെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഓഡിയോ സന്ദേശം അടക്കം പുറത്തുവിട്ടത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ശോഭാ സുരേന്ദ്രനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. ഏതായാലും ആ ഓഡിയോ സന്ദേശം ഇപ്പോൾ പോലീസിലേക്കും പരാതി പോയിട്ടുണ്ട്. ആലപ്പുഴ SP-ക്കാണ് ബിന്ദു വിനയകുമാർ നിലവിൽ ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പണം നൽകി വോട്ട് തേടി എന്ന ആരോപണത്തിൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമാണ് ബിന്ദു വിനയകുമാറിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടിയാണ് ഇപ്പോൾ BJP സ്വീകരിക്കുന്നത്. ബിന്ദു പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ പാലക്കാട്ട് വോട്ടിന് പണം നൽകി എന്ന ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രനെ പ്രതിരോധിക്കാൻ BJP നേതാക്കളാരും മുന്നോട്ട് വന്നിരുന്നില്ല. അക്കാര്യത്തിൽ ശോഭ തന്നെ പറഞ്ഞു കുടുങ്ങുകയാണ് ചെയ്തത്. നിഴലെന്നടക്കമുള്ള അവരുടെ വിശദീകരണങ്ങൾ അത് വലിയ പരിഹാസത്തിലേക്ക് പോയതാണ്. കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക്, വിമർശനങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതാണ്. ഇപ്പോൾ ഏതായാലും ശോഭാ സുരേന്ദ്രനെതിരെ പരാതി ഉന്നയിച്ച BJP വനിതാ നേതാവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രസ് റിലീസ് ഇറക്കിയിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.